ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള അവരുടെ വിചാരങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തിടാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് എന്താണ്, അവരെന്താണ് വിചാരിക്കുന്നത്, വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ തന്നെയും മനസ്സിൽ റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. സിക്സ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. Three of Pentacles, Five of Swords, Nine of Swords, Five of Cups, Six of Pentacles. സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അവസാനം നയൻ ഓഫ് വാൻഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഓവറോൾ എനർജി വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ സ്പ്രെഡ് ഒക്കെ ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു സെപ്പറേഷൻ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് എന്ന് വേണം പറയണമെങ്കിൽ. അതായത് അവര് നടത്തിയ ചീറ്റിംഗ് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ ചീറ്റിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഫൈവ് ഓഫ് സോർട്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇത് ഉള്ളവർ മാത്രം എടുക്കുക. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം എടുക്കുക. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം, അതായിരിക്കാം. ഇവിടെ നിങ്ങളെ വെച്ചുകൊണ്ട് വേറൊരു വ്യക്തിയും ആ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലുള്ളതായിട്ട് ആ ഒരു ചീറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. കറന്റ് അതിനെ കുറിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ടും കുറ്റബോധമുണ്ട്. അവരത് ആലോചിച്ച് അവർക്ക് ഡിപ്രസ്ഡ് ആയി പോകുന്നു. നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു ചീറ്റിംഗ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് രാത്രിയൊന്നും ഉറക്കമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൽ ട്രാപ്ഡ് ആയി പോയി, ഞാൻ ചെയ്തത് തെറ്റായി പോയി, ആ ഒരു സിറ്റുവേഷനിൽ അവർ ട്രാപ്പ് ആയി പോയി എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇമോഷണലി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിലൂടെ നിങ്ങളുടെ പേഴ്സണെ ആ ഒരു തേർഡ് പേഴ്സൺ ഇങ്ങനെ എന്താ പറയാ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അതിൽ കുടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളടുത്ത് ചെയ്തത് ചീറ്റിംഗ് ആയി പോയി എന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് തേർഡ് പേഴ്സൺസ് ഉള്ളവരുടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെ അടുത്താണ്. ഈ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതും ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അന്ന് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് അവരിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു നോട്ടമാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അവരുടെ തോട്ട്സ് എല്ലാം നിങ്ങളിലേക്കാണ് വരുന്നത്. അതായത് നിങ്ങളുടെ മെമ്മറീസ് അവരിലേക്ക് കടന്നു വരിക. കാരണം ഈ തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്ന തിരിച്ചടികള് അത് സിറ്റുവേഷൻ തേർഡ് പാർട്ടി പേഴ്സൺസ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത്. വേറെ വ്യക്തികളിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത്. അതല്ലാതെ വേറെ സിറ്റുവേഷൻ ഉള്ളവരുടെ അടുത്തും പറയാണ്, ആ സിറ്റുവേഷനിൽ നിന്നും ഒന്ന് വന്നിട്ട് നിങ്ങളിലേക്ക് ഒരു നോട്ടം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരിക, അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ് ഇവിടെ, വെയിറ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം അവരെന്തായാലും എലോൺ ആയിട്ട് നിൽക്കുക, സാക്രിഫൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാണ്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്, ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഈ തേർഡ് പേഴ്സൺ കുറച്ച് നിങ്ങളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
ഒരു അവരുടെ ലൈഫിൽ അവകാശങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഈ തേർഡ് പേഴ്സൺ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ കുടുങ്ങിപ്പോയി ഇമോഷണലി ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും അലോൺ ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു വെയിറ്റിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ പലരും കമന്റ് ചെയ്യും, വെയിറ്റിംഗ് ആണെങ്കിൽ അവർക്ക് വന്നോടെ, എന്തിനീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. അവർക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, പെട്ടെന്ന് കയറിയിട്ട് നിങ്ങളടുത്തോട്ട് വരാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. അവർ ഭയക്കുന്നുണ്ടാകാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വ്യക്തിയാണെങ്കിലും കരിയർ ബേസ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അവരൊന്ന് ഭയക്കുന്നുണ്ടാകാം. കാരണം ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ഓക്കെ, പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ ആദ്യം നല്ല രീതിക്ക് സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, പിന്നീട് ആ സ്നേഹം കുറഞ്ഞു വന്നതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു ചീറ്റിംഗ് തന്നെയാണ്. ആ ഒരു ചീറ്റിംഗ് ആണ് കാണിക്കുന്നത്. എനിക്ക് ഫൈനലി ഇവിടെ വന്നിട്ടുള്ള കാർഡ് സൺ കാർഡാണ്. ഓക്കെ, സൺ കാർഡ് കാണിക്കുന്നത് ഒരു റിയൂണിയൻ കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒന്നും കൂടി റിയൂണിയൻ നടക്കുന്ന ഒരു കാർഡാണ്. ഇപ്പം അവരുടെ തോട്ട്സ് ആണ് നമ്മുടെ ടോപ്പിക്. അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് പോലും റിഗ്രറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അത് മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ളൊരു വിചാരമാണ് അവരുടെ ഉള്ളിലുള്ളത്. എങ്ങനെയെങ്കിലും ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം, അതിനുവേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാം. അതായത് ഈ സാക്രിഫൈസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള അവരുടെ വിചാരമാണ്. അതായത് ഏത് വിധേനയും നിങ്ങളോട് ക്ഷമ ചോദിക്കുക, തുറന്നു പറയുക, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ ഒരു റിയൂണിയൻ പോസിബിൾ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ കുറെ നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെങ്കിലും ഈ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയ ഒരാളാണെങ്കിൽ ഇപ്പൊ വരുന്നില്ലായിരിക്കാം. പക്ഷെ അവരുടെ തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. കറന്റ്ലി അവരുടെ തോട്ട്സ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.